ഇന്ന് നമ്മൾ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി നമുക്കറിയാം. നമ്മൾ പഠിക്കുന്ന സമയത്ത് ബിടെക്കിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ മറ്റു കോഴ്സുകൾ എടുക്കുന്ന സമയത്ത് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പല രീതിയിലായിരിക്കും. സെക്യൂരിറ്റി ഇൻ കമ്പ്യൂട്ടിംഗ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ആ ഒരു സബ്ജക്റ്റ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എനിവേ നമ്മുടെ HSST എക്സാമിന് വേണ്ടിയുള്ള സിലബസിൽ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ ഒരു പോർഷന്റെ സിലബസ് ആണ് നമ്മൾ ആദ്യമത്തെ ഒരു സെക്ഷനിൽ നോക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റില് സിലബസ് പ്രകാരം നമ്മൾ നോക്കുകയാണ് എങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ളത്, നമ്മൾ ക്രിപ്റ്റോഗ്രഫി ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇൻ കമ്പ്യൂട്ടിംഗ് നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഒരു പോർഷൻ. ദാറ്റ് ഈസ് ക്രിപ്റ്റോഗ്രഫി എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ സിമെട്രിക് കീ ക്രിപ്റ്റോ സിസ്റ്റം. ഓക്കെ, സിമെട്രിക് കീ ക്രിപ്റ്റോ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ DES അൽഗോരിതം, ഓക്കെ, ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് അൽഗോരിതം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ട്രിപ്പിൾ DES ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് പഠിക്കണം. അപ്പൊ ബേസിക്കലി DES എന്താണെന്ന് നമ്മൾ പഠിക്കും. അതിനുശേഷം നമ്മൾ ട്രിപ്പിൾ DES പഠിക്കും. അതിനുശേഷം നമ്മൾ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം പഠിക്കണം. പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് RSAയുടെ അൽഗോരിതമാണ്. മിക്ക എക്സാമിനും ഈ RSAയുടെ പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മിക്ക എക്സാമുകൾക്കും വരാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പബ്ലിക് കീയും പ്രൈവറ്റ് കീയും തന്നിട്ട് അങ്ങനെ കുറെ കാൽക്കുലേഷൻ വഴി, അതായത് ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റുകൾ കൂടി ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ ക്രിപ്റ്റോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ കൺസെപ്റ്റ് പഠിച്ചിട്ടുള്ളത് സെക്യൂർ ഹാഷ് അൽഗോരിതം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇതിന്റെ പുറമെ കുറച്ചുകൂടി കാര്യങ്ങളാണ് നമ്മൾ ക്രിപ്റ്റോഗ്രഫിയിൽ പഠിച്ചിട്ടുള്ളത്. എന്നാൽ അതിനകത്ത് വീണ്ടും കുറെ കാര്യങ്ങൾ, അതായത് പാസീവ് ആൻഡ് ആക്റ്റീവ് അറ്റാക്കുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മൾ സെക്യൂരിറ്റി സിസ്റ്റം എന്താണ്, ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി സിസ്റ്റംസ് അവൈലബിൾ ആണ്. ആ സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ ബേസിക് കൺസെപ്റ്റുകൾ നമ്മൾ നോക്കണം. അവിടെ വരുന്ന ത്രെഡ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മൾ ഒരു 3 ഇമ്പോർട്ടന്റ് കൺസെപ്റ്റുകൾ, അത് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രീവിയസ്ലി ഈ റീസെന്റ് നടന്ന എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് തോന്നുന്ന സെക്യൂരിറ്റി ട്രയാഡ് അങ്ങനെയാന്ന് തോന്നുന്നു അതിന്റെ ഒരു പേര് അറിയുന്നത്. ആ ഒരു കൺസെപ്റ്റിൽ ചോദിച്ചിട്ട് 3 പേരുകൾ നമ്മളോട് ചോദിക്കും. ആ സെക്യൂരിറ്റി ട്രയാഡ് ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു 3 പോയിന്റുകളാണ് അതിൽ വരുന്നത്. അവിടെ വരുന്നത് കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി. ഈ 3 കാര്യങ്ങളാണ് സെക്യൂരിറ്റി ട്രയാഡിൽ വരുന്നത്. കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി. ഓക്കെ, അത് കൂടാതെ എക്സ്ട്രാ 2 പോയിന്റുകൾ കൂടെ നമ്മൾ പിന്നീട് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 3 3 key objective that are the heart of the computer security. ഈ 3 കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുടെ ഹാർട്ട് എന്ന് അറിയപ്പെടുന്നത്. അത് നമുക്ക് റീസെന്റ് ഉള്ള ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ആയിരുന്നു. അതിൽ വരുന്നത് കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി. ഓക്കെ, അതിന്റെ മറ്റൊരു പേര് CIA ട്രയാഡ് എന്നും പറയും. ഓക്കെ, CIA ട്രയാഡ് എന്നും പറയും. ഓക്കെ, ഇത് കൂടാതെ ഈ പറഞ്ഞ നമ്മൾ 3 ഫീച്ചറായ കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി, അത് കൂടാതെ ഒതന്റിസിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റിയും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഈ 3 ഫീച്ചറാണ് ഇമ്പോർട്ടന്റ്. 3 മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി ആണ്. അതുകൂടാതെ അതിലകത്തോട്ട് നമ്മൾ 2 ഫീച്ചറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, അതായത് ഒതന്റിസിറ്റിയും അക്കൗണ്ടബിലിറ്റിയും. ഇനി നമുക്ക് നോൺ റെപ്യൂട്ടേഷൻ എന്താണെന്ന് പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ക്രിപ്റ്റോ സിസ്റ്റത്തിലോട്ട് അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രഫിയിലോട്ട് നമ്മൾ കയറുന്നത്. ദെൻ ക്രിപ്റ്റോഗ്രഫി ആയിട്ടുള്ള പബ്ലിക്കും സിമെട്രിക് കീ ക്രിപ്റ്റോ സിസ്റ്റവും അതോടൊപ്പം തന്നെ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റവും പഠിച്ചതിന് ശേഷം ടൂൾസ് ഫോർ സെക്യൂരിറ്റിയിലോട്ട് നമ്മൾ കയറും. ഓക്കെ, അപ്പൊ ഈ ടൂൾസ് ഫോർ സെക്യൂരിറ്റിയിൽ നമ്മൾ മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ, ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, ഫയർവാള്, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. ഈ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിൽ നിന്ന് കഴിഞ്ഞ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റംസ് ഉണ്ട്. അപ്പം അതിന്റെ കൺസെപ്റ്റുകൾ വെച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് റീസെന്റ് നടന്നിരുന്ന ടെക്നിക്കൽ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്, VPN എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ കെർബറോസിന്റെ കൺസെപ്റ്റും അതിന്റെ കുറെ ഇൻഡെപ്ത് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പൊ ഒരു കോർ സബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൽ ഒരു കോർ സബ്ജക്റ്റിനെ
സബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം ഡെപ്തിൽ പഠിക്കേണ്ട എങ്കിൽ പോലും ഈ പറയപ്പെടുന്ന ഈ സിലബസിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ഒന്ന് ടച്ച് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അപ്പൊ ഈ പറയുന്നതിന്റെ ഉള്ളിലോട്ട് അത്രയും ഇൻഡെപ്ത് ഇറങ്ങി പോവുകയും വേണ്ട. എന്നിരുന്നാലും എല്ലാം ഒന്ന് മനസ്സിലാക്കി പഠിക്കുക മാത്രമാണ് ഈ IT സെക്യൂരിറ്റിയുടെ ഈ ഒരു സിലബസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് എളുപ്പം. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ സെക്ഷനിലോട്ട് നമ്മൾ കടക്കുകയാണ്, IT സെക്യൂരിറ്റി ബേസിക് കൺസെപ്റ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സെക്യൂരിറ്റി ആണ് ഇമ്പോർട്ടന്റ്. നമ്മളിപ്പം റീസെന്റ് കുറെ ടൈപ്പ് ഓഫ് സൈബർ സെക്യൂരിറ്റി എന്നൊക്കെ പല തരത്തിലുള്ള സെക്യൂരിറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പോ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് 5 രീതിയിലുള്ള സെക്യൂരിറ്റി ആണ് ഉള്ളത്. അതായത് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി, അപ്ലിക്കേഷൻ സെക്യൂരിറ്റി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ആൻഡ് സൈബർ സെക്യൂരിറ്റി. ഈ കമ്പ്യൂട്ടർ സെക്യൂരിറ്റിനെ ചിലപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്ന് മാറ്റി വിളിക്കാറുണ്ട്. എനിവേ നമ്മളുടെ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി വെച്ച് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൊട്ടക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻഫോർമേഷൻ ഫ്രം ഹാം, തെഫ്റ്റ് ആൻഡ് അൺഓതറൈസ്ഡ് ആക്സസ്. അതായത് എന്തെങ്കിലും ഒരു മോഷണമോ അല്ലെങ്കിൽ ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്സസോ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെയോ, അല്ലെങ്കിൽ അത് എന്ന് പറയുമ്പോൾ അവിടെ ഹാർഡ്വെയറും ആവാം, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ പാർട്ടും ആവാം. ഓക്കെ, ആ കമ്പ്യൂട്ടർ സിസ്റ്റവും ആ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഐദർ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ ഹാംഫുൾ ആക്കുകയോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു മോഷണമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും നടക്കുകയോ അല്ലെങ്കിൽ ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്സസ് അവിടെ നടക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സോ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി മീൻസ് ഇറ്റ് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻഫോർമേഷൻ ഫ്രം ഹാം, തെഫ്റ്റ് ആൻഡ് അൺഓതറൈസ്ഡ് ആക്സസ്. അപ്പോ എപ്പോഴും ഈ കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുടെ കൺസെപ്റ്റ് നമ്മൾ പറയുമ്പോൾ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എപ്പോഴും നമ്മൾ CIA ട്രയാഡ് പറഞ്ഞിരുന്നു അല്ലെ. എന്തൊക്കെയായിരുന്നു CIA ട്രയാഡിൽ നമ്മൾ പറഞ്ഞിരുന്നത്? കോൺഫിഡൻഷ്യാലിറ്റി അല്ലെ, കോൺഫിഡൻഷ്യാലിറ്റി, അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി. അതാണ് CIAയുടെ ഫുൾ ഫോം കേട്ടോ. C ഫോർ കോൺഫിഡൻഷ്യാലിറ്റി, I ഫോർ ഇന്റഗ്രിറ്റി, A ഫോർ അവൈലബിലിറ്റി. ഓക്കെ, ഈ 3 കാര്യങ്ങളും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് വേണം എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയിൽ നമ്മൾ ചെയ്യാൻ. അതല്ലാതെ ഇതിന് പുറമെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുകയാണ് എങ്കിൽ അവിടെ നമ്മൾ എന്തുണ്ടാവും, ഒരു കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എൻഷുർ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വേണ്ടി വരും. ഓക്കെ, ദെൻ അടുത്തത് സൈബർ സെക്യൂരിറ്റി ആണ്. സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? ഓക്കെ, സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cyber security means securing our computer, electronic device, networks, programs, system from cyber attacks. Cyber attacks are those attacks that happen when our system is connected to the internet. ഇന്റർനെറ്റുമായിട്ട് നമ്മുടെ സിസ്റ്റം കണക്ട് ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാവുന്ന ഇഷ്യൂസിനെയാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഏകദേശം കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുമായിട്ട് ആണ്. എനിവേ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം നമ്മളുടെ സിസ്റ്റം നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന കമ്പ്യൂട്ടറിനെ സെക്യൂർ ചെയ്യുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനെ സെക്യൂർ ചെയ്യുക, ആ നെറ്റ്വർക്കിനെ സെക്യൂർ ചെയ്യുക, കമ്പ്യൂട്ടറിലുള്ള പ്രോഗ്രാംസിനെ, അതിന് എല്ലാം ഓവറോൾ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി. ഓക്കെ, ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻഫോർമേഷൻ സെക്യൂർ ആക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി മീൻസ് പ്രൊട്ടക്ടിങ് അവർ സിസ്റ്റം ഇൻഫോർമേഷൻ ഫ്രം തെഫ്റ്റ്, illegal use and piracy from unauthorized use. Information security has mainly 3 objectives: കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഇൻഫോർമേഷൻ. ഇവിടെ ഇൻഫോർമേഷൻ സെക്യൂരിറ്റിയിലും നമ്മൾ ഈ 3 ഫീച്ചർ, നമ്മൾ എല്ലാ സെക്യൂരിറ്റി കൺസെപ്റ്റ്സിലും ഈ 3 ഫീച്ചർ ഇമ്പോർട്ടന്റ് ആയിരിക്കും. വി ഷുഡ് മെയിൻറ്റെയിൻ ദ കോൺഫിഡൻഷ്യാലിറ്റി, വി ഷുഡ് എൻഷുർ ദ ഇന്റഗ്രിറ്റി. ഓക്കെ, ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഡെഫിനിഷൻ ഞാൻ അത് ക്രിസ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻഫോർമേഷൻ സെക്യൂരിറ്റി മീൻസ് പ്രൊട്ടക്ടിങ് അവർ സിസ്റ്റംസ് ഇൻഫോർമേഷൻ ഫ്രം തെഫ്റ്റ്, ഇല്ലീഗൽ യൂസ് and piracy from unauthorized use.
ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഹാസ് മെയിൻലി 3 ഒബ്ജക്റ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞ CIA ട്രയാഡ് ഉണ്ട് അല്ലെ, കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. ഈ 3 കാര്യങ്ങളും എല്ലാ സെക്യൂരിറ്റി പർപ്പസിലും നമുക്ക് വേണ്ടതാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, CIA ട്രയാഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് റീസെന്റ് നടന്നിരുന്ന എക്സാമിന്, ടെക്നിക്കൽ എക്സാമിന്, PSCയുടെ ടെക്നിക്കൽ എക്സാമിന് ചോദിച്ചിരുന്നു CIA ട്രയാഡ് എന്താണെന്നുള്ള രീതിയിൽ ചോദിച്ചിരുന്നു. അപ്പൊ മനസ്സിലാക്കുക, CIA ട്രയാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യാലിറ്റി ആണ്, ഇന്റഗ്രിറ്റി ആണ്, അവൈലബിലിറ്റി ആണ്. ഓക്കെ, ഇനി എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, സപ്പോസ് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഡേറ്റ സെൻഡ് ചെയ്യുമ്പോൾ ആ ഡേറ്റ, ഇപ്പൊ സപ്പോസ് ഞാൻ ഹലോ എന്നുള്ളൊരു എങ്കിൽ ഒരു സീക്രട്ട് മെസ്സേജ് ആണ് ഞാൻ സെൻഡ് ചെയ്യുന്നത്. അപ്പം എനിക്കൊരു സെൻഡർ ഉണ്ട്, ഓക്കെ, സെൻഡർ ഉണ്ട്, ഒരു റിസീവർ ഉണ്ട്. ഞാൻ ഈ സെൻഡർ ടു റിസീവർ ഒരു സീക്രട്ട് മെസ്സേജ് ഞാൻ സെൻഡ് ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെ ഞാൻ ഈ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് പലർക്കും ഈ മെസ്സേജിന്, ഈ സീക്രട്ട് മെസ്സേജിന് ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവാം മേ ബി. കാരണം ഈ ഒരു മെസ്സേജ് നെറ്റ്വർക്കിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അവിടെ പലതരത്തിലുള്ള വൾണറബിലിറ്റീസ് ഉണ്ടാവാം. പലതരത്തിലുള്ള വൾണറബിലിറ്റീസ് മീൻസ് പലതരത്തിലുള്ള അറ്റാക്കുകൾ വരാനുള്ള സാധ്യതകൾ ഉണ്ടാവാം. പലതരത്തിലുള്ള ഇഷ്യൂസ് ആ നെറ്റ്വർക്കിൽ ഉണ്ടാവാം. അപ്പം നമ്മൾ കൂടാതെ, അതായത് സെൻഡറിനെയും റിസീവറിനെയും കൂടാതെ മൂന്നാമതൊരാൾ ഈ ഡേറ്റാനെ ആക്സസ് ചെയ്യാം മേ ബി, ചെയ്ത് ആ ഡേറ്റാനെ മോഡിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇന്റഗ്രിറ്റി എൻഷുർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡർ സെൻഡ് ചെയ്ത അതേ ഡേറ്റ തന്നെയാണോ റിസീവറിൽ എത്തുന്നത് എന്ന് എൻഷുർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡർ എന്ത് ഡേറ്റയാണോ സെൻഡ് ചെയ്യുന്നത് ആ ഡേറ്റ തന്നെയായിരിക്കണം റിസീവറിന്റെ സൈഡിൽ എത്തേണ്ടത്. അതിലൊരു യാതൊരു വിധത്തിലുള്ള മോഡിഫിക്കേഷനും നടക്കാൻ പാടില്ല. ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്റഗ്രിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, കോൺഫിഡൻഷ്യാലിറ്റിയും ഏകദേശം അതിന്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ് കോൺഫിഡൻഷ്യാലിറ്റിയും വരുന്നത്. അതായത് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ഡേറ്റ സെൻഡ് ചെയ്യുമ്പോൾ ആ ഡേറ്റയില് ഒരു ഓതറൈസ്ഡ് യൂസർ ആയിരിക്കണം ആ ഡേറ്റ സെൻഡ് ചെയ്യേണ്ടത്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ദ ഡേറ്റ ഓർ ഒബ്ജക്ട് ആൻഡ് റിസോഴ്സ് ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്. നമ്മൾ പറഞ്ഞ ആ ഇന്റഗ്രിറ്റിയുടെ അതേ കൺസെപ്റ്റ് തന്നെയാണ് കോൺഫിഡൻഷ്യാലിറ്റിയും വരുന്നത്. അവിടെ നമുക്ക് ഡേറ്റ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, അതോടൊപ്പം തന്നെ യൂസറിന്റെ പ്രൈവസിയും ഉറപ്പുവരുത്തണം. വ്യത്യാസം മനസ്സിലായോ? കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ദ ഡേറ്റ ഓർ ഒബ്ജക്ട് ആൻഡ് എ സെറ്റ് ഓഫ് റിസോഴ്സസ് ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് അല്ലെ. നമുക്ക് പല മെസ്സേജുകളും കോൺഫിഡൻഷ്യൽ ആയിട്ട് വരാറുണ്ട്. അപ്പൊ ആ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു റിസോഴ്സ് ആവാം, അല്ലെങ്കിൽ ഡേറ്റ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആവാം. അത് അൺഓതറൈസ്ഡ് ആക്സസ് ഉണ്ടാവാതെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നതിനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. സോ കോൺഫിഡൻഷ്യാലിറ്റി ഇത് പറയുമ്പോൾ നമ്മളുടെ ഡെഫിനിഷൻ അനുസരിച്ച്, ഒന്നും കൂടെ ഞാൻ ഡെഫിനിഷൻ പറയാം, പ്രൊട്ടക്ട് ദ ഡേറ്റ, ഒബ്ജക്ട് ആൻഡ് റിസോഴ്സ് ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്. ഓക്കെ, അപ്പൊ ഈ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഡേറ്റ കോൺഫിഡൻഷ്യാലിറ്റി ആവാം, അതോടൊപ്പം തന്നെ പ്രൈവസിയും ഉണ്ടാവാം. ഓക്കെ, ഡേറ്റ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന ഡേറ്റ യാതൊരു തരത്തിലുള്ള മോഡിഫിക്കേഷനും കൂടാതെ, ആ ഡേറ്റയിലോട്ട് ഒരു അൺഓതറൈസ്ഡ് ആക്സസ് കൂടാതെ അയക്കുന്ന ഒരു മെത്തേഡിനെയാണ് ഡേറ്റ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ ഇൻഫർമേഷൻ സെൻഡ് ചെയ്തത്, ആർക്ക് വേണ്ടിയാണ് സെൻഡ് ചെയ്തത്, അതായത് അവിടെ ഒരു പ്രൈവസി ഉണ്ടാവണം. അതായത് ഇൻഫർമേഷൻ മേ ബി കളക്റ്റഡ്, സ്റ്റോർഡ് ബൈ ഹൂം, ടു ഹൂം. ആ ഒരു മീനിങ് ഉണ്ടാവണം. ആരാണ് ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്തത്, എവിടെയാണ് ഈ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തത്, ആർക്ക് വേണ്ടിയാണ് ഈ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളിലെല്ലാം ഒരു പ്രൈവസി കീപ്പ് ചെയ്യുന്നതിനെയാണ്, ആ ഒരു കൺസെപ്റ്റും വരുന്നത് കോൺഫിഡൻഷ്യാലിറ്റിയിൽ തന്നെയാണ്. കോൺഫിഡൻഷ്യാലിറ്റി ക്ലിയർ ആണോ? ഇതിപ്പോ ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് നോട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഒന്നും കൂടെ. ഇപ്പൊ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി എന്താണെന്ന് ചോദിച്ചു. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് അടുത്ത ക്ലാസ്സിൽ ഞാൻ PPT ഈ സ്ലൈഡിൽ കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്തേക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ പറഞ്ഞു. അടുത്തത് നമ്മൾ ഇന്റഗ്രിറ്റി ആണ്. സോ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ടിങ് ദ ഡേറ്റ ഫ്രം അൺഓതറൈസ്ഡ് ചേഞ്ചസ്. ഡേറ്റയിൽ മറ്റാരും വന്ന് കളിക്കാതിരിക്കുക. നമ്മൾ അയക്കുന്ന ഡേറ്റ ആണ് എങ്കിൽ, സെൻഡറിൽ നിന്ന് റിസീവറിലോട്ട് ഞാൻ അയക്കുന്ന ഒരു ഡേറ്റ ആണ് എങ്കിൽ, ഞാൻ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ആ സച്ച് അതുപോലെ തന്നെ റിസീവറിലെടുത്ത് എത്തണം. അതിനിടെ കയറി ആരും കളിക്കാതിരിക്കുക, അതിനിടെ കയറി ആരും ആ ഡേറ്റ ആക്സസ് ചെയ്യാതിരിക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റഗ്രിറ്റി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്.
അപ്പൊ ഇന്റഗ്രിറ്റിയുടെ കൺസെപ്റ്റിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള ഇന്റഗ്രിറ്റി ആണുള്ളത്. ഡേറ്റ ഇന്റഗ്രിറ്റിയും വരുന്നുണ്ട്, സിസ്റ്റം ഇന്റഗ്രിറ്റിയും വരുന്നുണ്ട്. ഓക്കെ, ഡേറ്റ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ അയക്കുന്ന ഡേറ്റ ആരും മോഡിഫൈ ചെയ്യാതിരിക്കുക. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മീൻ ചെയ്തത് എന്താണ്? അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്തിട്ട് ആ ഡേറ്റയിൽ അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്തിട്ട് ആ ഡേറ്റാനെ മോഡിഫൈ ചെയ്യുന്നതാണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇന്റഗ്രിറ്റി കൊണ്ട് എൻഷുർ ചെയ്യേണ്ടത് നമ്മൾ. അതായത് ഒന്നും കൂടെ ഞാൻ പറയാം, ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഓതറൈസ്ഡ് ആക്സസ് നടന്ന് നമ്മളുടെ ഡേറ്റാനെ മോഡിഫൈ ചെയ്യാൻ പാടില്ല. വി ഷുഡ് എൻഷുർ ദ ഇന്റഗ്രിറ്റി. കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഈ സൈബർ സെക്യൂരിറ്റി വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഇന്റഗ്രിറ്റി വേണം. ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് മീൻ ചെയ്യുന്നത്? ഒരു അൺഓതറൈസ്ഡ് യൂസർ ഞാൻ അയക്കുന്ന മെസ്സേജിന് എഡിറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി രണ്ട് രീതിയിലുണ്ട്, ഡേറ്റ ഇന്റഗ്രിറ്റിയും സിസ്റ്റം ഇന്റഗ്രിറ്റിയും. ഡേറ്റ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയക്കുന്ന ഡേറ്റ ആരും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇനി സിസ്റ്റം ഇന്റഗ്രിറ്റി എന്താ പറയുന്നത്? ഒരു പർട്ടിക്കുലർ സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിന് അതിൻ്റെതായ ഒരു മീനിങ് ഉണ്ടാവും. ആ സിസ്റ്റം പെർഫോം ചെയ്യേണ്ട അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ടാകും. ആ ഒരു ഫംഗ്ഷനെ മാറ്റി, അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സം നിൽക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനെ മോഡിഫൈ ചെയ്യിക്കുന്നു, ആ കാര്യങ്ങളൊന്നും നടക്കാൻ പറ്റില്ല. അതാണ് സിസ്റ്റം ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ സിസ്റ്റത്തിനും ഇന്റർനെറ്റ് ഫങ്ഷൻസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു അൺഓതറൈസ്ഡ് ആക്സസ് കാരണം ആ ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ പറ്റാതെ വരുന്നതിനെയാണ് നമ്മൾ സിസ്റ്റം ഇന്റഗ്രിറ്റി അവിടെ മോശമായി, അല്ലെങ്കിൽ സിസ്റ്റം ഇന്റഗ്രിറ്റി എൻഷുർ ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും സിസ്റ്റം ഇന്റഗ്രിറ്റി എൻഷുർ ചെയ്യാതെ വരരുത്. എന്താണോ സിസ്റ്റം പെർഫോം ചെയ്യേണ്ട ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ സിസ്റ്റത്തിന് ചെയ്യാൻ അനുവദിക്കുക. അൺഓതറൈസ്ഡ് ആയിട്ട് ആരും പോയി സിസ്റ്റത്തിന്റെ ഫങ്ഷനാലിറ്റീനെ മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും ചെയ്യരുത്. ഓക്കെ, അതാണ് ഇന്റഗ്രിറ്റിയുടെ സെക്കൻഡ് പാർട്ട് ആയിട്ടുള്ള സിസ്റ്റം ഇന്റഗ്രിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. മൂന്നാമത്തെ കൺസെപ്റ്റ് ആണ് അവൈലബിലിറ്റി. ഓക്കെ, അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സിസ്റ്റം അവൈലബിൾ ആയിരിക്കണം. നമ്മൾ സപ്പോസ് നമ്മൾ ഒരു നെറ്റ് നമുക്കൊരു എക്സാമിന് അപ്ലൈ ചെയ്യണം. സപ്പോസ് PSCയുടെ HSSCയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ വരും. നമുക്ക് ആ PSCയുടെ സൈറ്റിൽ കയറി നമുക്ക് അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ സൈറ്റ് നമ്മൾ കയറി നോക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ ഒത്തിരി പേര് അപ്ലൈ ചെയ്യുന്നുണ്ടാകും, അതുകൊണ്ട് സൈറ്റ് ഒന്ന് ഹാങ് ആയതായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് സ്ലോ ആയതായിരിക്കും, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ബിസി ആയതായിരിക്കാം. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് കയറി നോക്കുന്നു. നമ്മൾ PSCയുടെ സൈറ്റ് എടുത്ത് നോക്കുന്നു, എന്നിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നമുക്ക് കിട്ടേണ്ട സർവീസ് അത് അവൈലബിൾ അല്ലാതാക്കുന്നതിനെയാണ്, ആ ഒരു പ്രോബ്ലമാണ് അവൈലബിലിറ്റിയിൽ വരുന്നത്. ഓക്കെ, എപ്പോഴും നമുക്ക് കിട്ടേണ്ട സർവീസ് അവൈലബിൾ ആയിരിക്കണം. എന്തെങ്കിലും ഒരു റീസൺ കാരണം, അതായത് പല റീസൺസ് ഉണ്ട്, നമുക്കത് മുന്നോട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നെറ്റ്വർക്കിലോട്ട് കുറെ പാക്കറ്റുകൾ സെൻഡ് ചെയ്തിട്ട്, അതായത് ഒരു തേർഡ് പാർട്ടി ഉണ്ട്, ഇതെല്ലാം പ്രശ്നക്കാരനായിട്ട് ഒരു തേർഡ് പാർട്ടി ഉണ്ടാകും. ആക്ച്വലി ഒരു സെൻഡറും റിസീവറും ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്ലയന്റും സെർവറും ഉണ്ട്, അവരാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്ക് പണി കൊടുക്കാൻ വേണ്ടി ഒരു തേർഡ് പാർട്ടി ഇതിനിടയിൽ ഉണ്ടാകും. അയാളാണ് നമുക്ക് ത്രെട്ട് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അയാളുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? നമുക്ക്, അതായത് ആസ് എ ക്ലയന്റ് എനിക്ക് കിട്ടേണ്ട ഫംഗ്ഷൻ കിട്ടരുത്. അതിനുവേണ്ടി അയാൾ എന്ത് ചെയ്യും? ആ ഒരു സെർവർ ആയിരിക്കാം മേ ബി എനിക്ക് ആ ഫംഗ്ഷൻ തരേണ്ടത്, ആ സെർവറിനെ ബിസി ആക്കും. ആ സെർവറിലോട്ട് കുറെ അൺവാണ്ടഡ് പാക്കറ്റുകൾ അയച്ചിട്ട് സെർവറിനെ ബിസി ആക്കും, അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് ബിസി ആക്കും. അപ്പൊ എനിക്ക് കിട്ടേണ്ട സർവീസ് കിട്ടാതെ വരുന്നു, എനിക്ക് കിട്ടേണ്ട വെബ്സൈറ്റ് കിട്ടാതെ വരുന്നു. അത് അവൈലബിൾ ആയിട്ട് കിട്ടേണ്ടതായിരുന്നു എനിക്ക്, പക്ഷെ അതെനിക്ക് അവൈലബിൾ അല്ലാതെ വരുന്നു. എന്തുകൊണ്ട്? ഒരു തേർഡ് പാർട്ടി ഇതിനിടയിൽ കടന്ന് കളിക്കുന്നുണ്ട്. അത് കാരണം എനിക്ക് കിട്ടേണ്ട സർവീസ് അൺഅവൈലബിൾ ആയി പോകുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? CIA ട്രയാഡില് അവൈലബിലിറ്റി നമ്മൾ എൻഷുർ ചെയ്യണം. ആർക്ക് എന്തൊക്കെ കിട്ടണോ അതെല്ലാം നമ്മൾ കൊടുത്തിരിക്കണം. അവിടെ ഒരു ഡിലേ വരാൻ പാടില്ല. നമ്മളുടെ ഡിനൈൽ ഓഫ് സർവീസ് ആണ്. അത് തന്നെ, ഡിനൈൽ ഓഫ് സർവീസ് ആണ് നമ്മളുടെ അവൈലബിലിറ്റിയുടെ മെയിൻ ഇഷ്യൂ. അതായത് നമുക്ക് കിട്ടേണ്ട സർവീസിനെ ഡിനേ ചെയ്യിക്കുവാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അവൈലബിലിറ്റിനെ അത് അഫക്ട് ചെയ്യും. അപ്പം കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി, ഇത് മൂന്നെണ്ണം സെക്യൂരിറ്റി കൺസെപ്റ്റിൽ കീ ഫാക്ടർ ആണ്. നമുക്ക് വേണമെങ്കിൽ പറയാം ഇറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി. കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയുടെ ഹാർട്ട് ആയിട്ട് നമ്മൾ 3 കോമ്പണന്റിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് മൂന്നെണ്ണം കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ ഇത്? ഓക്കെ, അപ്പൊ അടുത്തത് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി. അപ്പൊ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടാവാം അല്ലെ. ആ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ടൊരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഡേറ്റാബേസ് പാർട്ട് ഉണ്ടാകും, ഒരു യൂസർ ഇന്റർഫേസ് ഉണ്ടാകും, ഒരു ബാക്ക് എൻഡ് ഉണ്ടാകും അല്ലെ. അങ്ങനെ പല കാര്യങ്ങളും നമുക്കറിയാം. അപ്പോൾ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി മീൻസ് സെക്യൂറിംഗ് അവർ ആപ്ലിക്കേഷൻ ആൻഡ് ഡേറ്റ so that they do not get hacked, and also the database of the application remains safe and private to the owner itself so that users data remain confidential. ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവാം അല്ലെ. ഓക്കെ, അപ്പൊ ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവാം, ആ ആപ്ലിക്കേഷന് ഫ്രണ്ട് എൻഡ് ഉണ്ട്, ബാക്ക് എൻഡ് ഉണ്ട് അല്ലെ. അപ്പം ആ ബാക്ക് എൻഡ് എന്ന് പറയുമ്പോൾ മേ ബി നമുക്ക് ആ ബാക്ക് എൻഡിൽ ഡേറ്റാബേസ് കണക്ടിവിറ്റി ഉണ്ടാവാം, ആ ഡേറ്റാബേസ് കണക്ടിവിറ്റിയിൽ നമുക്ക് സെറ്റ് ഓഫ് ഡേറ്റാസ് ഉണ്ടാവാം. അപ്പം ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ആപ്ലിക്കേഷനെ ആ സച്ച് ഒരു സേഫ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു. ഡേറ്റാബേസിലുള്ള ഡേറ്റാനെ അറ്റാക്കർ ഒന്നും വന്ന് അറ്റാക്ക് ചെയ്യാതെ, ഹാക്ക് ചെയ്യാതെ ആ ഡേറ്റാബേസിലുള്ള ഡേറ്റാനെ സേഫ് ആയിട്ട് കീപ്പ് ചെയ്തിട്ട് ആരുടെയാണോ ആപ്ലിക്കേഷൻ, ആ ആപ്ലിക്കേഷൻ ആ സച്ച് ആ ഓണർ എന്താണോ വിചാരിച്ച ആ രീതിയിൽ തന്നെ നിലനിർത്തുക. അതാണ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ പലതരത്തിലുള്ള നമ്മളിപ്പോ പറയാറുണ്ട് ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തു അല്ലെ, പുതിയൊരു ഫേക്ക് ID ആരോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മെസ്സേജുകൾ കാണാറുണ്ട്. അപ്പം ഇതെല്ലാം ആ ഒരു അവിടുത്തെ ആ ഡേറ്റ യൂസ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാം, ആ തേർഡ് പാർട്ടി ചെയ്യുന്ന പണിയാണ് ഇതെല്ലാം. അപ്പം ഒരു ആപ്ലിക്കേഷനെയാണ് അയാൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ആ ആപ്ലിക്കേഷനിലെ ഡേറ്റാനെയാണ് അയാൾ ഫോക്കസ് ചെയ്തേക്കുന്നത് എങ്കിൽ അത് പറയുന്നതാണ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി. ഓക്കെ, ഞാൻ അടുത്തത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി മീൻസ് സെക്യൂറിംഗ് എ നെറ്റ്വർക്ക് ആൻഡ് പ്രൊട്ടക്ടിംഗ് ദ യൂസേഴ്സ് ഇൻഫർമേഷൻ അബൌട്ട് who is connected through that network. Over the network, hackers steal the packets of the data through sniffing and spoofing attack, man-in-the-middle attack, etc. and misuse the data for their benefits. അതായത് ഒരു നെറ്റ്വർക്കിനകത്തൂടെ നമുക്കറിയാം, ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ലാർജ് നമ്പർ ഓഫ് ഹോസ്റ്റ് അവിടെ കണക്റ്റഡ് ആയിരിക്കും, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ സെൻഡ് ചെയ്യുന്നുണ്ടാവാം. അവർ വരുന്ന ആ ഡേറ്റ ഇപ്പൊ ഇന്ന നെറ്റ്വർക്കിൽ ആരാണ് കണക്റ്റഡ് ആയേക്കുന്നത്, ആ ഒരു ഹോസ്റ്റിന്റെ ഐഡന്റിറ്റിനെ റിവീൽ ചെയ്യിക്കുക. അതുപോലെ തന്നെ അവർ സെൻഡ് ചെയ്യുന്ന പാക്കറ്റുകൾ സ്പൂഫ് ചെയ്യുക. അതുപോലെ തന്നെ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻഡറും റിസീവറും തമ്മിൽ ഡേറ്റ സെറ്റ് ചെയ്യുമ്പോൾ മിഡിലിൽ ഒരാൾ നോക്കിക്കൊണ്ട് അപ്പൊ ഇവർ അയക്കുന്ന ഡേറ്റ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ആ ഒരു അറ്റാക്കിനെ നമുക്ക് ട്രാഫിക് അനാലിസിസ് എന്നൊക്കെ പറയാം. ഇവർ തമ്മിൽ അയക്കുന്ന ഡേറ്റയുടെ ട്രാഫിക് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡേറ്റ ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള പലതരത്തിലുള്ള അറ്റാക്കുകൾ നെറ്റ്വർക്കിൽ ചെയ്യാൻ പറ്റും. അവിടെയാണ് നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ വർക്ക് ചെയ്യുന്ന നെറ്റ്വർക്ക് ഏത് എൻവയോൺമെന്റ് ആണോ ആ നെറ്റ്വർക്കിലെ ഹാർഡ്വെയർ കമ്പോണന്റിനെയും ആ നെറ്റ്വർക്കിലെ സോഫ്റ്റ്വെയർ കമ്പോണന്റിനെയും എല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. അപ്പോ ബേസിക്കലി നമുക്ക് 5 രീതിയിലുള്ള സെക്യൂരിറ്റി ആണുള്ളത്: ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ആൻഡ് സൈബർ സെക്യൂരിറ്റി.